ഹായ്, ജലീൽ ഫ്രം വിയാചോക്ക്. ഡിപ്രഷൻ എങ്ങനെയാണ് അയൺ ഡെഫിഷ്യൻസി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇന്നത്തെ ചോദ്യം. വളരെ നല്ല ചോദ്യമാണ്. കാരണം അതിനെപ്പറ്റി കുറേ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്കറിയാം, ഈയിടെ കേരളത്തിൽ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ ഒരു പെണ്ണ് അവൾ പ്രസവിച്ച കുട്ടിയെ കൊന്നു. അവൾ അറിഞ്ഞിട്ടില്ല അവളാ കൊന്നത് എന്നുള്ളത്. വിഷാദം, ഞങ്ങൾ ഡിപ്രഷത്തിന് മലയാളത്തിൽ പറയുന്ന വിഷാദം എന്നുള്ള പ്രശ്നം വളരെ ഒരു ഒരു സംതിങ് വെരി ഡിഫറെൻ്റ്. ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുക, ഒന്നിനും ഒരു താല്പര്യമില്ലായ്ക, ഇങ്ങനെയൊക്കെ വരുന്നതാണ് വിഷാദം. കുടുംബങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും പ്രത്യേകിച്ചിട്ട് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ നല്ല ഡോക്ടറെയോ കാണിക്കൽ വളരെ നിർബന്ധമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റിലേറ്റഡ്? ഇത് നമ്മുടെ ബോഡിയിൽ അയൺ കുറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ നല്ല ഹോർമോൺസ് ഉണ്ട്. ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള ഡൊപ്പോമിൻ, സിറോട്ടിൻ എന്നൊക്കെ പറഞ്ഞ നല്ല ഹോർമോൺസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഹോർമോൺസ് ഡെവലപ്പ് ചെയ്യാതിരിക്കുന്ന സമയത്താണ് അത് അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്യില്ല എന്നാണ് ഒരു സ്റ്റഡി പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രസവിച്ചവർക്ക് മാത്രമല്ല, അയൺ കുറഞ്ഞ് ആർക്കും സംഭവിക്കാൻ പറ്റുന്നതാണ്. വിഷാദം വന്നു കഴിഞ്ഞാൽ ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലാണ്. എന്തിനാ ജീവിക്കും, ഒരു നിരാശാബോധം എന്നൊക്കെ ഉള്ളത്. അതിൻ്റെ പ്രധാന കാരണം സൈക്കോളജിക്കലായിട്ട് കണ്ടെത്തിയിട്ടുള്ള, സയൻറ്റിഫിക്കലായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഈ രണ്ട് ഹോർമോൺ ഡെവലപ്പ് ചെയ്യുക. അതിന് നമ്മൾ ഏറ്റവും അയണ് നന്നായിട്ട് കൊടുക്കണം. ബോഡിക്ക് അയണ് നിർബന്ധമാണ്. അയണിൻ്റെ കൂടെ മാത്രം പോരാ, നമ്മൾ നല്ല ഹാപ്പി മൂവ്മെൻറ്റ്സ്, നല്ല സർക്കിളുകൾ, നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റ് ജീവിക്കാൻ ശ്രമിക്കണം. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറ്റുന്നവരോട് നന്നായിട്ട് ഷെയർ ചെയ്യുക. അങ്ങനെയുള്ള കുറേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഈ ഡൊപ്പോമിൻ, സിറോട്ടിൻ തുടങ്ങിയ നല്ല ഹോർമോണുകൾ ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെയാണ് അയൺ ഡെഫിഷ്യൻസിയും ഡിപ്രഷനും കണക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് സയൻസ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ അഗെയിൻ ഐ ആം ടെല്ലിങ്, ലാക്ടേറ്റിംഗ് വുമൻ, മുല കൊടുക്കുന്ന അമ്മമാർ തീർച്ചയായിട്ടും, കാരണം വരെ പ്രസവ സമയത്ത് ഡ്യൂറിങ് ലാബർ നല്ല ബ്ലഡ് നഷ്ടപ്പെടുന്നുണ്ട്. ഒരു 1.5 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ നഷ്ടപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് തിരിച്ചു കിട്ടണം. അതുമാത്രമല്ല, അമ്മക്കും കുഞ്ഞിനും കിട്ടേണ്ട അയൺ ഇതിന് വേണം. അപ്പോൾ ആ അയണൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾക്കില്ലെങ്കിൽ വളരെ പ്രശ്നമാണ്. പണ്ട് കാലത്തൊക്കെ പ്രസവ ശുശ്രൂഷ എന്ന് വരുന്ന പരിപാടിയാണ്. ഇപ്പോൾ അതൊക്കെ വളരെ കുറഞ്ഞു വരിക, തീരെ ഇല്ല എന്ന് പറയുന്നില്ല, വളരെ കുറഞ്ഞു വരികയാണ്. അതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു എന്ന് ഇങ്ങനെയുള്ള സ്റ്റഡികളൊക്കെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. സോ ടേക്ക് കെയർ, ഹാവ് എ അയൺ ഫിറ്റ് ലൈഫ്. ജലീൽ ഫ്രം വിയാചോക്ക്.